തൃശൂർ മാളയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ ബസ് കത്തിനശിച്ചു. സമീപത്ത് കിടന്ന ബസ്സിലേക്കും പമ്പിലെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലേക്കും തീപിടുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ ടെൻഷനുള്ള കാര്യമാണ്. നോക്കൂ, പമ്പിനകത്താണ് കേട്ടോ ബസ്സിന് തീപിടിച്ചത്. പമ്പിനുള്ളിൽ കിടന്ന സ്വകാര്യ ബസ്സിലാണ് തീപിടിച്ചത്. എന്തൊരു ഭാഗ്യമാണ് ബാക്കി ആ പമ്പിൽ തീപിടിക്കാതെ പോയത്. ജെയ്സൺ ചാമോളത്തിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഇത് എന്താണ് സംഭവിച്ചത്? പമ്പിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നില്ലേ ജെയ്സൺ? അരുൺകുമാർ, ആ ദൃശ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു ബസ്സിന് തീപിടിക്കുന്നു എന്നതല്ല നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത് പമ്പാണ്. ആ പമ്പിൽ 6 ബസ്സുകൾ കൂടി പാർക്ക് ചെയ്തിരുന്നു എന്നതാണ് ഏറെ ഭയാനകമായ കാര്യം. പെട്ടെന്ന് തന്നെ തീയണയ്ക്കാൻ കഴിഞ്ഞതാണ് ആശ്വാസമായത്. മാള പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന പെട്രോൾ പമ്പിൽ സ്വാഭാവികമായിട്ട് രാത്രി ബസ്സുകൾ പാർക്ക് ചെയ്യും. യാത്രയ്ക്കും കഴിഞ്ഞ് അതിനുശേഷം വണ്ടികൾ പാർക്ക് ചെയ്യുന്നു. അങ്ങനെ 6 ബസ്സാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. ഈ ബസ്സിൻ്റെ ബാറ്ററിയിൽ എന്തോ തകരാറുണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമായത്. പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. ഈ ബസ്സിന് തീ പിടിച്ചു. ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അടുത്ത ബസ്സിലേക്കും ചെറിയ തോതിൽ തീ പടർന്നു. മാത്രമല്ല, സമീപത്തെ ചെറിയ മുറിക്കകത്തേക്കും തീ പടർന്നു എന്നതാണ് വലിയ തോതിൽ വലിയ ഒരു ഭയാനകമായ ഒരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഒരു പെട്രോൾ പമ്പിന് തീ പിടിച്ചാലുള്ള അവസ്ഥ അറിയാം. മാത്രമല്ല, ഈ 6 ബസ്സുകൾ സമീപത്ത് പാർക്ക് ചെയ്തിരുന്നു. ഈ പാർക്ക് ചെയ്ത ബസ്സുകൾ കൂടി തീപിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ദുരന്തം സംഭവിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ മാളയിൽ നിന്നൊക്കെ ഫയർഫോഴ്സിൻ്റെ വിവിധ യൂണിറ്റുകൾ എത്തി എത്രയും പെട്ടെന്ന് തീയണയ്ക്കാൻ കഴിഞ്ഞതാണ് ഒരു ആശ്വാസമായത്. വൻ ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആശ്വാസമായ ഒരു അനുഭവമായി ഇന്ന് പുലർച്ചെ 2 മണിക്ക്. അരുൺകുമാർ, ഓക്കെ, അത് അത്ഭുതകരമായിട്ടാണ് അത് രക്ഷപ്പെട്ടത്. പമ്പിലെങ്ങാനും തീ പടർന്നിരുന്നെങ്കിൽ എന്തായിരുന്നതിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഒരു ആശ്വാസം. ആ ആശ്വാസം എന്ന് പറയാൻ പറ്റില്ല, ബസ്സിന് തീ പിടിച്ചു പോയി. പക്ഷേ എന്നാൽ പോലും ആ പമ്പിൽ തീ പിടിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നതിൻ്റെ അവസ്ഥ?